അപ്പോൾ ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, പഠിക്കുന്നുണ്ടെന്ന് വിചാരിക്കണം. ഇന്നിപ്പോൾ ഇടാൻ പോണത് ഇംഗ്ലീഷിലെ പാർട്സ് ഓഫ് സ്പീച്ചിലെ വെർബ് എന്ന ഭാഗമാണ്. വെർബിൽ തന്നെ ഓക്സിലറി വെർബും ലെക്സിക്കൽ വെർബും ഉണ്ട്. ലെക്സിക്കൽ വെർബും ഓക്സിലറി വെർബും. ലെക്സിക്കൽ വെർബ് എന്ന് പറഞ്ഞാൽ മെയിൻ വെർബ്സ് ആണ്. നമ്മൾ സാധാരണ റൈറ്റ്, ഗോ, സിങ്, ഈറ്റ്, ഡ്രിങ്ക് എന്നൊക്കെ പറയുന്ന വെർബ്, അങ്ങനത്തെ വെർബുകളാണ് ലെക്സിക്കൽ വെർബ്. അതിന് മെയിൻ വെർബ്സ് എന്ന് പേരുണ്ട്. പിന്നെ ഓക്സിലറി വെർബാണ്. ഓക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞാൽ അതിന് ഹെൽപ്പിംഗ് വെർബ്സ് എന്നും പേരുണ്ട്. സഹായക ക്രിയകൾ, മെയിൻ വെർബ്സിനെ സഹായിക്കുന്ന ക്രിയകൾ എന്ന് നമുക്ക് അതിനെ പറയാം. അതിൽ പെട്ടതാണ് ഈ ഈസ്, ആറ്, ബീൻ, ബീയിങ്, ഡു, അങ്ങനെയുള്ള വെർബുകളൊക്കെ അതിൽ പെട്ടതാണ്. ആ ഓക്സിലറി വെർബ്സിൽ തന്നെ പ്രൈമറി ഓക്സിലറിയും മോഡൽ ഓക്സിലറിയും രണ്ട് വിഭാഗമുണ്ട്. അതിലെ ഓക്സിലറി വെർബ്സും കൂടി ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മോഡൽ വെർബ്സിന് അടുത്ത വീഡിയോയിലാണ്. കാരണം വീഡിയോ വളരെ ദൈർഘ്യം കൂടിയതാകും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. അപ്പോൾ എല്ലാവരും പഠിക്കണമെങ്കിൽ അപ്പോൾ ഞാനിത് ചെയ്തിട്ട് കാര്യമുള്ളൂ. കാരണം ഇത് ഇപ്പോൾ ഈ യൂണിവേഴ്സിറ്റി പഠിതാക്കൾക്ക് വേണ്ടി മാത്രമാണ്, അവർക്ക് മാത്രമേ അതുകൊണ്ട് ഉപയോഗമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പഠിക്കുന്നവർ അത് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി ചെയ്താൽ അത് വളരെ നല്ലതാണ്. എനിക്കൊരു പ്രോത്സാഹനമാണ്. അതെല്ലാവരും ചെയ്യണം. അപ്പോൾ ഇനി ഞാൻ എൻ്റെ ഫോട്ടോ കാണില്ല, ഇനി സ്ക്രീന് മാത്രമേ കാണുള്ളൂ. കർത്താവ്, കർമ്മം, ക്രിയ, വെർബ്, സബ്ജക്റ്റ്, ഒബ്ജക്റ്റ്. അപ്പോൾ വെർബ് എന്ന് പറഞ്ഞാൽ ക്രിയയാണ്. ഫ്യോയില്, അറബിയിൽ പറയുകയാണെങ്കിൽ ഫ്യോയില്. അപ്പോൾ നമുക്ക് റീഡ് ദ ഫോളോയിങ് സെൻറ്റൻസസ്. ഷീ ഈസ് ഡാൻസിങ്. ഹി ഈസ് റീഡിങ് എ സ്റ്റോറി, ഷോർട്ട് സ്റ്റോറി. അപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഇതിൽ ഡാൻസിങ്, റീഡിങ്. The words dancing and reading indicate an action. അപ്പോൾ ഇതൊക്കെ ഒരു ആക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. A verb is a term used to indicate an action or state of being or occurrence. Thus, the two terms dance and read are examples of verbs. അപ്പോൾ ഡാൻസ്, റീഡ് ഒക്കെ എക്സാമ്പിൾസ് ഓഫ് വെർബ്സ് ആണ്. വെർബ്സിൽ തന്നെ ലെക്സിക്കൽ വെർബ്സും ഓക്സിലറി വെർബ്സും ഉണ്ട്. ലെക്സിക്കൽ വെർബ്സ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ പറയുന്ന ഈറ്റ്, സ്ലീപ്പ്, റൈറ്റ്, അതൊക്കെയാണ് ലെക്സിക്കൽ വെർബ്സ്. അതായത് ഇൻഡിപെൻഡൻറ്റ് മീനിങ്. ലെക്സിക്കൽ വെർബ്സിന് ഇൻഡിപെൻഡൻറ്റ് മീനിങ് ഉണ്ടാവും. While certain other verbs such as am, is, are, was, were, has, have, had, do, does, did, ഇതൊക്കെ ഓക്സിലറി വെർബ്സ് ആണ്. അപ്പോൾ വെർബ്സ് ലെക്സിക്കൽ വെർബും ഓക്സിലറി വെർബ്സും ഉണ്ട്. ലെക്സിക്കൽ വെർബ് എന്ന് പറഞ്ഞാൽ അതിന് ഇൻഡിപെൻഡൻറ്റ് മീനിങ്സ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ ഈറ്റ്, സ്ലീപ്പ്, റൈറ്റ്, ജമ്പ്, സിങ്, അങ്ങനെയുള്ള വെർബ്സൊക്കെ ലെക്സിക്കൽ വെർബ്സാണ്. ഓക്സിലറി വെർബ്സ് എന്ന് പറഞ്ഞാൽ സഹായക ക്രിയകളാണ് ഓക്സിലറി വെർബ്സ്. അവർക്ക് ദർ ഇസ് നോ ഇൻഡിപെൻഡൻറ്റ് മീനിങ്, നോട്ട് ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് മീനിങ്. ദ വെർബ്സ് വിച്ച് ഹാവ് ആൻ ഇൻഡിപെൻഡൻറ്റ് മീനിങ് ആർ കോൾഡ് ലെക്സിക്കൽ വെർബ്സ്. ലെക്സിക്കൽ വെർബ്സ് ആർ ഓൾസോ നോൺ ആസ് മെയിൻ വെർബ്സ്. അപ്പോൾ ലെക്സിക്കൽ വെർബ്സിന് മെയിൻ വെർബ്സ് എന്നും കൂടി ഒരു പേരുണ്ട്. പിന്നെ ലെക്സിക്കൽ വെർബ്സ്
ഓക്സിലറി വെർബ്സ് ഓർ ഹെൽപ്പിംഗ് വെർബ്സ് അതാണ് സഹായക ക്രിയകൾ ആർ ഗ്രമാറ്റിക്കൽ വേർഡ്സ് അൺലൈക്ക് ലെക്സിക്കൽ വേർഡ്സ് പോലെ അല്ല ഏത് ഓക്സിലറി വെർബ്സ്. ദേ ഡു നോട്ട് ഹാവ് എൻ ഇൻഡിപെൻഡൻറ്റ് മീനിങ്. ദേ ആർ ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്. അപ്പോൾ അതൊക്കെയാണ് ഓക്സിലറി വെർബ്സ്. ഇനി ഓക്സിലറി വെർബ്സിൽ തന്നെ രണ്ട് തരം വെർബ്സ് വേറെ പറയുന്നുണ്ട്. പ്രൈമറി ഓക്സിലറീസ് ആൻഡ് മോഡൽ ഓക്സിലറീസ്. അതിന് രണ്ടായിട്ട് പിന്നെയും തരംതിരിക്കുന്നുണ്ട്. ഓക്സിലറി വെർബ്സിനെ പ്രൈമറി ഓക്സിലറീസ് എന്നും മോഡൽ ഓക്സിലറീസ് എന്നും രണ്ടായി വേർതിരിക്കുന്നു. അപ്പോൾ ഏതൊക്കെയാണ് പ്രൈമറി ഓക്സിലറീസ്? അതാണ് ആം. ഐ ആം എന്നുള്ളിടത്ത് ആം, ഈസ്, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, ഡു, ഡസ്, ഡിഡ്, ബീയിങ്, ബീൻ. ഇതൊക്കെ ഓക്സിലറി വെർബ്സ്, പ്രൈമറി ഓക്സിലറി വെർബ്സ് ആണ്. ഇനി മോഡൽ ഓക്സിലറി വെർബ്സ് ഏതൊക്കെയാണ്? വിൽ, വുഡ്, ഷാൽ, ക്യാൻ, കുഡ്, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ്, യൂസ് ടു, ought to, need to. ഇതൊക്കെ മോഡൽ ഓക്സിലറീസ് ആണ്. അപ്പോൾ യൂസ് ഓഫ് പ്രൈമറി ഓക്സിലറീസ്. പ്രൈമറി ഓക്സിലറീസ് യൂസ് ചെയ്യുന്ന വിധാനം പറയുന്നത്. അപ്പോൾ യൂസസ് ഓഫ് ബി. ഇവിടെ ബി എന്ന് കൊടുത്തതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് പറഞ്ഞാൽ ഈ ആമും, ഈസും, ആറും, വേറും, വാസും ഒക്കെ ഈ ബിയിൽ പെടുന്നതാണ്. അത് മനസ്സിലാക്കുക. ബി എന്ന അതിൽ യൂസസ് ഓഫ് ബി എന്ന് പറയുന്നത് ബി മാത്രമല്ല, ഇതൊക്കെ ഈ പറഞ്ഞതൊക്കെ ഇതൊക്കെ ബിയിൽ പെടുന്നതാണ്. ഫോംസ് ഓഫ് ബി ആണ് ആം, ഈസ്, ആർ, വാസ്, വേർ, ബി, ബീയിങ്, ബീൻ ഒക്കെ. അപ്പോൾ ബി യൂസസ് ഓഫ് ബി ഇൻ കണ്ടിന്യൂസ് ഫോംസ്. കണ്ടിന്യൂസ് ഫോംസിൽ എങ്ങനെയാണ് ബി ഉപയോഗിക്കുക എന്നാണ്. ഹി ഈസ് ലാഫിങ്. വേണ്ട, ഇവിടെ ഈസ് ഫോംസ് ഓഫ് ബി ആണ്. ഹി ഈസ് ലാഫിങ്. ദേ ആർ മേക്കിംഗ് ഡോൾസ്. ഇവിടെ 6 ഫോംസ് ഓഫ് ബി ആണ്. പിന്നെ ഫോംസ് ഓഫ് ബി ഇൻ പാസീവ് ഫോംസ്. പാസീവ് ഫോംസിൽ ബി ഉപയോഗിക്കുന്നുണ്ട്. ഹി വാസ് ഹെൽപ്ഡ് ബൈ ഹിസ് ഫ്രണ്ട്. എന്താ ഹി വാസ് ഹെൽപ്ഡ് ബൈ ഹിസ് ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ? ഹി വാസ് ഹെൽപ്പിംഗ് എന്ന് പറഞ്ഞാൽ അവൻ സഹായിച്ചു കൊണ്ടിരിക്കുന്നു. ഹി വാസ് ഹെൽപ്പിംഗ്, അവൻ സഹായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ഹി വാസ് ഹെൽപ്ഡ് എന്ന് പറഞ്ഞാൽ എന്താ? അവൻ സഹായിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അവനല്ല സഹായിക്കണത്, അവന് സഹായം കിട്ടുകയാണ്. അതങ്ങനെ അർത്ഥം മാറി വരുന്നുണ്ട്. അപ്പോൾ അതാണ് പാസീവ് വോയിസ്. അപ്പോൾ ഹി വാസ് ഹെൽപ്ഡ് എന്ന് പറഞ്ഞാൽ അവനെ ആരോ സഹായിക്കുന്നു. ബൈ ഹിസ് ഫ്രണ്ട്, അവൻ്റെ ഫ്രണ്ടിനാൽ അവൻ സഹായിക്കപ്പെടുന്നു. എ ബ്രിഡ്ജ് വാസ് കൺസ്ട്രക്റ്റഡ്, ഒരു പാലം നിർമ്മിക്കപ്പെട്ടു. ഇവിടെ പാലം നിർമ്മിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ പാലത്തെ വേറെ ആരോ നിർമ്മിച്ചു എന്നുള്ള മീനിങ് ആണ്. പിന്നെ ബി പ്ലസ് ഇൻഫിനിറ്റീവ്. ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ ബി പ്ലസ് ഇൻഫിനിറ്റീവ് ഈസ് യൂസ്ഡ് ടു സജസ്റ്റ് എ പ്ലാൻ ഓർ ഓർഡർ. എന്താണ് എന്ന് നോക്കാം. ബി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ബി എന്ന് പറഞ്ഞാൽ ഫോംസ് ഓഫ് ബി ആണ് ഇവിടെ ഉണ്ടാവുക. അത് മനസ്സിലാക്കണം, അത് മറക്കരുത്. ഷീ ഈസ് ടു ഗൈഡ് ദീസ് സ്റ്റുഡൻസ്. ഷീ ഈസ് ടു ഗൈഡ് these students. The president is to address the nation tonight. The president is to address the nation tonight. അപ്പോൾ ഇവിടെ to suggest a plan or order. അപ്പോൾ ബി പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഈസ് ടു അഡ്രസ്.
അഡ്രസ് എന്ന് പറയുന്ന ടു അഡ്രസ് എന്ന് പറയുന്നതും ടു ഗൈഡ് എന്നൊക്കെ പറയുന്നതും അതിനാണ് ഈ ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞത്. ബി അബൌട്ട് പ്ലസ് ഇൻഫിനിറ്റീവ് ഈസ് യൂസ് ടു ഡിനോട്ട് ദ ഇമ്മീഡിയറ്റ് ഫ്യൂച്ചർ. ഈസ് അബൌട്ട് പ്ലസ് ഇൻഫിനിറ്റീവ്. ഈ ബി ഫോംസ് ഓഫ് ബി ഈസ്, ഇവിടെ ഈസ്, പിന്നെ പ്ലസ് അബൌട്ട്, പിന്നെ ഇൻഫിനിറ്റീവ് ടു സ്റ്റാർട്ട്, ഇൻഫിനിറ്റീവ് ആണ്. ഹി ഈസ് അബൌട്ട് ടു ലീവ്, ഇവിടെ ഈസ് ഫോംസ് ഓഫ് ബി, അബൌട്ട് പ്ലസ് അബൌട്ട് ടു ലീവ്. അപ്പോൾ അത് മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. പിന്നെ ബി ആസ് മെയിൻ ലെക്സിക്കൽ വെർബ്, to indicate a physical or mental condition. ബിയുടെ ഫോംസ് എന്ന് പറഞ്ഞാൽ ഈസ്, ആർ, വേർ, ഇതൊക്കെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കും. എന്തിനൊക്കെയാണ് ഉപയോഗിക്കുക? ടു ഇൻഡിക്കേറ്റ് എ ഫിസിക്കൽ ഓർ മെൻ്റൽ കണ്ടീഷൻ. അതിന് ഉദാഹരണമാണ് ഷീ ഈസ് ഡിലൈറ്റഡ്, ഹീ ഈസ് ആംഗ്രി. പിന്നെ വേറെ ടു ഇൻഡിക്കേറ്റ് ഏജ്, വെയ്റ്റ്, സൈസ്, പ്രൈസസ്, ഇതൊക്കെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കും. ഷീ ഈസ് ഷോർട്ട്, ഹൗ മച്ച് ഈസ് ദ ടോയ്, ഈസ് ദിസ് ടോയ്. ടു സജസ്റ്റ് എക്സിസ്റ്റൻസ്, ഹീ ഈസ് എ ലോയർ, ദ മോർണിംഗ് ഈസ് കാം ആൻഡ് സെറീൻ. ടു എക്സ്പ്രസ് റിക്വസ്റ്റ് ഓർ കമാൻഡ്സ്, റിക്വസ്റ്റ് എക്സ്പ്രസ് ചെയ്യാൻ അല്ലെങ്കിൽ കമാൻഡ്സിന് ബി ബോൾഡ്, ബി കൈൻഡ്, ഇതൊക്കെ പറയാൻ അപ്പോഴൊക്കെ ഈ ബി അല്ലെങ്കിൽ ബിയുടെ ഫോംസ് മെയിൻ വെർബാണ്. ദ ഫോളോയിങ് there is, there are, there was, there were is used when the subject of be is an indefinite person or thing. There is someone waiting outside your door. അപ്പോൾ ഇവിടെ there is സബ്ജക്റ്റ് ഓഫ് ബി, ബി ഇപ്പോൾ ഇവിടെയും വെർബായിട്ട് തന്നെയാണ് വരുന്നത്. അതിൻ്റെ സബ്ജക്റ്റ്, അതിൻ്റെ കർത്താവ് ഈസ് എൻ ഇൻഡെഫിനിറ്റ് പേഴ്സൺ ഓർ തിങ്. ഇൻഡെഫിനിറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ സം വൺ, സം ഫ്ലവേഴ്സ്, ഇതൊക്കെ ഇൻഡെഫിനിറ്റ് ആണെന്ന്. നേരെ മറിച്ച് വൺ മാൻ, അല്ലെങ്കിൽ ഒരാളുടെ പേര് കൊടുക്കുക, അതൊക്കെ ഡെഫിനിറ്റ് പേഴ്സണാണ്. ഇത് ഇൻഡെഫിനിറ്റ് പേഴ്സണാണ്. ദർ ഈസ് സം വൺ വെയിറ്റിംഗ് ഔട്ട്സൈഡ് യുവർ ഡോർ, ദർ ആർ സം ഫ്ലവേഴ്സ് ഇൻ ദ ഗാർഡൻ. അപ്പോൾ ഒക്കെ മെയിൻ വെർബായിട്ടാണ് ഈ ബിയുടെ ഫോംസ് ഉണ്ടാവുക. പിന്നെ യൂസസ് ഓഫ് ഹാവിൻ്റെ യൂസസ്, ഫോംസ് ഓഫ് ഹാവ് ഏതൊക്കെയാണ്? ഹാസ്, ഹാവ്, ഹാഡ്, ഇതൊക്കെ ഫോംസ് ഓഫ് ഹാവ് ആണ്. ഹാസ്, ഹാവ്, ഹാഡ്. ഹാവ് പ്ലസ് ദ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഈസ് യൂസ്ഡ് ടു ഫോം ഡിഫറെൻറ്റ് ടെൻസസ്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ, ഒരു വെർബിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഇപ്പോൾ സിങ് എന്ന് പറഞ്ഞാൽ പാടി. സാങ്, സിങ് എന്ന് പറഞ്ഞാൽ പാടുന്നു. സാങ് എന്ന് പറഞ്ഞാൽ പാടി. പിന്നെ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ വരുന്നത് സങ് എന്നാണ്. അല്ലെങ്കിൽ ഡ്രിങ്ക്, ഡ്രാങ്ക്, ഡ്രങ്ക്. പിന്നെ ഹെൽപ്പ്, ഹെൽപ്ഡ്, അതിന് ഹെൽപ്പ് തന്നെയാണ്. അതുപോലെ ഈറ്റ്,
ate, eaten. അങ്ങനെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ചില വെർബിന് വ്യത്യാസപ്പെടുന്നുണ്ട്. ചില വെർബിൻ്റെ പാസ്റ്റ് ടെൻസ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളും ആ ഫോമിൽ തന്നെ ആവും. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഷീ ഹാസ് സെൻറ്റ് എ ലെറ്റർ. ഇവിടെ സെൻറ്റ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. കാരണം സെൻറ്റ് SEND സെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് പ്രസൻറ്റ് ടെൻസാണ്. സെൻറ്റ് SEND സെൻറ്റ്. അതിൻ്റെ പാസ്റ്റ് ടെൻസാണ് SENT സെൻറ്റ്. ആ സെൻറ്റ് തന്നെയാണ് പാസ്റ്റ് പാർട്ടിസിപ്പിളുമായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഷീ ഹാസ് സെൻറ്റ് എ ലെറ്റർ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണത്. പ്രസൻറ്റ് പെർഫെക്റ്റ്. പിന്നെ ഹി ഹാഡ് റിട്ടൺ എ പോയം. കണ്ടോ ഇവിടെ റിട്ടൺ എന്ന് വന്നത് ഇത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. അതിൻ്റെ മറ്റുള്ള രണ്ട് ടെൻസ് റൈറ്റ്, റോട്ട്, റിട്ടൺ. റൈറ്റ് എന്നുള്ളതാണ് അവിടെ പ്രസൻറ്റ് ടെൻസ്. WRITE റൈറ്റ്. WROTE റോട്ട് പാസ്റ്റ് ടെൻസ്. റിട്ടൺ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹി ഹാഡ് റിട്ടൺ എ പോയം പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. ഇനി അപ്പോൾ ഹാവ് അല്ലെങ്കിൽ അതിൻ്റെ ഫോംസ് ഹാസ്, ഹാഡ് ഒക്കെ അതിൻ്റെ ഫോംസാണ്. അത് പ്രസൻറ്റ് പെർഫെക്റ്റിലും ഉപയോഗിച്ചു, പാസ്റ്റ് പെർഫെക്റ്റിലും ഉപയോഗിച്ചു. പിന്നെ ഹാവ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഹാവ് പ്ലസ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? കർത്താവ്, കർമ്മം, ക്രിയ, കർത്താവ്, കർമ്മം. കർമ്മത്തിനെയാണ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞത്. അതായത് വെർബ്, സബ്ജക്റ്റ്, ഓബ്ജക്റ്റ്, അതിനെയാണ് ഒബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്താണ്ടാവുക? ടു എൻഗേജ് സമ്മൺ ടു ഡു സംതിങ്. എക്സാമ്പിൾ, ഐ ഹാഡ് മൈ റൂംസ് ക്ലീൻഡ്. ഇവിടെ ഇപ്പോൾ ഐ ഹാഡ് മൈ റൂംസ് ക്ലീൻഡ്. റൂമാണ് ക്ലീൻ ചെയ്യണത്. അപ്പോൾ ഞാൻ ആണിവിടെ സബ്ജക്റ്റ്. റൂംസ് ഇവിടെ സബ്ജക്റ്റാണ്. ഒബ്ജക്റ്റാണ്. റൂംസ് ഒബ്ജക്റ്റാണ്. ഐ സബ്ജക്റ്റാണ്. ക്ലീൻഡ് എന്നുള്ളതാണ് വെർബ്. ഈ ക്ലീൻഡ് എന്നുള്ളത് പാസ്റ്റ് പാർട്ടിസിപ്പിളാണ്. ക്ലീൻഡ്. ഐ ഹാഡ് മൈ റൂംസ് ക്ലീൻഡ് എന്ന് പറയുമ്പോൾ ഹാവിൻ്റെ ഫോം ഹാഡ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ടു എൻഗേജ് സമ്മൺ ടു ഡു സംതിങ്. ഐ ഹാഡ് ദ ടെലിവിഷൻ റിപ്പയർഡ്. ഐ ഇവിടെ സബ്ജക്റ്റാണ്. ടെലിവിഷനാണ് ഇവിടെ ഒബ്ജക്റ്റ്. ടെലിവിഷൻ ഒബ്ജക്റ്റാണ്. റിപ്പയർഡ് വെർബാണ്. പിന്നെ ഹാവ് ടു ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻസ്. ഹാവ് ടു ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻസ്. ഐ ഹാവ് ടു സ്റ്റഡി വെൽ. ഞാൻ നല്ലോണം പഠിക്കേണ്ടതുണ്ട്. ഐ ഹാവ് ടു ഡു മൈ ഹോംവർക്ക്. എനിക്ക് ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഹാവ് ടു യൂസ് ടു എക്സ്പ്രസ് ഒബ്ലിഗേഷൻസ്. ഹാഡ് ബെറ്റർ പ്ലസ് bare infinitive. I had better stay at home. ഇവിടെ I had better പ്ലസ് bare infinitive എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ had better stay. bare infinitive. I had better stay at home. You had better leave that house. ഇങ്ങനെ bare infinitive വരുന്നുണ്ട്. പിന്നെ have as main verbs. ഇനി have നേരത്തെ ബി ഫോംസ് മെയിൻ വെർബായിട്ട് ഉപയോഗിച്ച പോലെ ഹാവും ഇവിടെ മെയിൻ വെർബായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. have means to possess or to own something. ഉദാഹരണം, ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഐ ആം പൊസസിങ് എ കാർ. എനിക്കൊരു കാറുണ്ട് എന്നുള്ള മീനിങ് ആണ്.
അപ്പോൾ അതിൻ്റെ അർത്ഥം പൊസഷനാണ്, അല്ലെങ്കിൽ ഓണറാണ്. ഐ ആം എൻ ഓണർ ഓഫ് എ കാർ. ഐ ഹാവ് എ കാർ എന്ന് പറയുമ്പോൾ ഐ ആം എൻ ഓണർ ഓഫ് എ കാർ. പിന്നെ ഹി ഹാസ് എ പിയാനോ, അവനൊരു പിയാനോ ഉണ്ട്. ഹി ഈസ് ദ ഓണർ ഓഫ് എ പിയാനോ. പിന്നെ ഹാവ് ഈസ് യൂസ് ടു വിത്ത് ഡു ടു ഇൻഡിക്കേറ്റ് ഹാബിച്വൽ ആക്ഷൻസ്. യൂസ്ഡ് വിത്ത് ഡു, ഡൂവിൻ്റെ കൂടെ ഹാവ് ഉപയോഗിക്കുക. ഹാവ് അത് ഇൻഡിക്കേറ്റ് ഹാബിച്വൽ ആക്ഷൻസ്. ക്വസ്റ്റ്യനൊക്കെ വരുമ്പോൾ അങ്ങനെയാണ് ഉപയോഗിക്കുക. ഡു യു ഹാവ് ഹീറ്റ് വേവ്സ് ഇൻ മെയ്? ഡു യു ഹാവ് ഹീറ്റ് വേവ്സ് ഇൻ മെയ്? ഡു ദേ ഹാവ് എ ടീ ബ്രേക്ക് അറ്റ് 5 p.m? ഡു ദേ ഹാവ് എ ടീ ബ്രേക്ക് അറ്റ് 5 p.m? ഇതൊക്കെ പിന്നെ ഹാബിച്വൽ ആക്ഷൻസ്. ഇതിപ്പോൾ രണ്ടും ക്വസ്റ്റ്യൻസിലാണ് ഇത് വന്നിട്ടുള്ളത്. ഡു പ്ലസ് ഹാവ്. ഹാവ് ഈസ് യൂസ് ടു ഇംപ്ലൈ ടേക്ക് എ മീൽ, ഗിവ് എ പാർട്ടി, അതിനൊക്കെ. യു ഹാവ് യുവർ ഡിന്നർ. രാത്രി ഭക്ഷണം കഴിച്ചോ? സപ്പർ ഇത് കഴിച്ചോ? കഴിക്ക് എന്നുള്ള ഇതാണ് ഹാവ് എ ടീ ബ്രേക്ക്. ഡു യു ഹാവ് ഹീറ്റ് വേവ്സ്? ഹാവ് എ ടീ. ഡു യു ഹാവ് ഈസ് യൂസ്. ദേ ഹാവ് എ പാർട്ടി ടുമോറോ. അവർക്ക് നാളെ ഒരു പാർട്ടി ഉണ്ട്. ഇതൊക്കെ ഹാവ് മെയിൻ വെർബായിട്ട് വരുന്നതിൻ്റെ ഉദാഹരണങ്ങളാണ്. ദേ ഹാവ് എ പാർട്ടി ടുമോറോ. I have my dinner at 8 p.m. I have my dinner at 8 p.m. Use of do. Doന്റെ യൂസസ്. ഫോംസ് ഓഫ് ഡു, ഡസ്, ഡിഡ് ഒക്കെ ഡൂവിൻ്റെ ഫോംസ് ആണ്. ഡു പ്ലസ് ഇൻഫിനിറ്റീവ് ഫോം. Do or did plus infinitive form for special emphasis. സ്പെഷ്യൽ എംഫാസിസിന് ഒരു ഉറപ്പിന്, ഒരു പ്രത്യേക ഒരു ഉറപ്പിക്കലിന് ഉദാഹരണം നോക്കുക. ഷീ തിങ്സ് ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ് ബട്ട് ഐ ഡിഡ് നോ. ഇവിടെ ഐ ന്യൂ എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഈ ഡിഡും കൂടി, ഡിഡ് ഇവിടെ വന്നതുകൊണ്ട് ഇത് ഒന്നുകൂടി അതിനൊരു ഒരു ഉറപ്പ് കിട്ടുകയാണ് ആ കാര്യത്തിന്. ബട്ട് ഐ ഡിഡ് നോ, ഞാൻ അറിയുക തന്നെ ചെയ്തു. ഷീ തിങ്സ് ഐ ഡിഡ്ന്റ് നോ അബൌട്ട് ഇറ്റ്. അവൾ വിചാരിക്കുന്ന എനിക്കത് അറിയില്ല എന്ന്. ബട്ട് ഐ ഡിഡ് നോ, ഞാൻ അറിഞ്ഞു. ഐ ഡു പ്രോമിസ് that I will support you. I do promise. I promise എന്ന് പറഞ്ഞാലും പക്ഷേ ആ ഡു പ്രോമിസ് എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഒരു സ്പെഷ്യൽ എംഫാസിസ് കൊണ്ടുവന്നു. എംഫസിസ്, അതാണ് എൻ്റെ മീനിങ്. ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് ദ മെയിൻ വെർബ്. മെയിൻ വെർബിനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ. ഇതുപോലെ ഷീ ലൈക്സ് റീഡിങ് കോമിക് ബുക്സ് ആൻഡ് സോ ഡസ് ഹെർ സിസ്റ്റർ. അപ്പോൾ ഇവിടെ ഷീ ലൈക്സ് റീഡിങ് കോമിക് ബുക്സ്. കോമിക് ബുക്സ് വായിക്കാൻ അവൾക്ക് ഇഷ്ടമാണ്. ഷീ ലൈക്സ്. പിന്നെ അവളുടെ സഹോദരിക്കും ഇഷ്ടമാണ് എന്ന് പറയുന്ന, പിന്നെ ഈ ലൈക്സ് റീഡിംഗ് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. സോ ഡസ് ഹെർ സിസ്റ്റർ. സോ ഡസ് ഹെർ സിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഈ മീനിങ് ഇത് അവളുടെ സിസ്റ്ററിനും ബാധകമാണ്. എന്ന് പറഞ്ഞാൽ കോമിക് ബുക്സ് വായിക്കാൻ സിസ്റ്ററിനും എളുപ്പമാണ് എന്നുള്ള ആ മീനിങ് കൊണ്ടുവരാൻ ഈ ഡസ്
ഡസ്സാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ ദേ ഡിഡ്ന്റ് അറ്റൻഡ് ദ ഫങ്ഷൻ, അവർ ഫങ്ഷൻ അറ്റൻഡ് ചെയ്തില്ല. ഡിഡ് ദേ, അവർ ചെയ്തോ എന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. പിന്നെ ദേ ഡിഡ്ന്റ് അറ്റൻഡ് ദ ഫങ്ഷൻ, ഡിഡ് ദേ. അപ്പോൾ ഇവിടെയും ഒരു റിപ്പീറ്റേഷൻ്റെ ആവശ്യമില്ല, അതിന് പകരം ഇവിടെ ഡിഡ് ഓർ ഡു ഉപയോഗിച്ചാൽ മതിയെന്ന്. അപ്പോൾ ഇവിടെ ഡിഡ് ദേ എന്ന് ചോദിച്ചാൽ ഡിഡ് ദേ അറ്റൻഡ് ദ ഫങ്ഷൻ എന്നാണ് അതിൻ്റെ പിന്നെ നോട്ട്. ഡു ഈസ് യൂസ്ഡ് ഇൻ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് ദ ലെക്സിക്കൽ വെർബ്. ലെക്സിക്കൽ വെർബിൻ്റെ റിപ്പീറ്റേഷൻ ഒഴിവാക്കാൻ ഡു ഇൻ ഷോർട്ട് ക്വസ്റ്റ്യൻസിൽ ഉപയോഗിക്കുന്നു. ഡു യു സിങ്? നോ, ഐ ഡോണ്ട്. ഐ ഡോണ്ട് സിങ് എന്നാണ്, പക്ഷേ ഐ ഡോണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഡു യു സിങ്? നീ പാടുമോ? നോ, ഐ ഡോണ്ട്. ഇല്ല, ഐ ഡോണ്ട് സിങ്, ഞാൻ പാടില്ല. ബട്ട് ആ സിങ് അവിടെ പറയേണ്ട ആവശ്യമില്ല, ആ റിപ്പീറ്റേഷൻ ആവശ്യമില്ല എന്നാണ് പറഞ്ഞു. ഡിഡ് യു റീഡ് ദ ന്യൂസ് പേപ്പർ ടുഡേ? യെസ് ഐ ഡിഡ്. ഇനി ഇൻ കമ്പാരിസൺസ്, കമ്പയർ ചെയ്യാം, താരതമ്യപ്പെടുത്താൻ. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഐ ഡു. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഐ റൺ എന്നുള്ള മീനിങ് ആണ്. പക്ഷെ അതിന് ഐ ഡു, ആ ലെക്സിക്കൽ വെർബ് ഇവിടെ കൊണ്ടുവരേണ്ട ആവശ്യമില്ല. ഷീ റൺസ് ഫാസ്റ്റർ ദാൻ ഐ ഡു. ഷീ ഡാൻസ് ബെറ്റർ ദാൻ ഹെർ ഫ്രണ്ട് ഡസ്. പിന്നെ ഡു plus imperative is used to make a request more effective. Example, do join us for the marriage function. Do join. You do join us for the marriage function. Please do help your brother. ഇതൊക്കെ ഡു പ്ലസ് ഇമ്പാരറ്റീവ്, ഹെൽപ്പ്, ജോയിൻ എന്നൊക്കെ ഉള്ളത് ഒരു ഇമ്പാരറ്റീവ് വെർബാണ്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഡു പ്ലസ് ഇമ്പാരറ്റീവ് ഇസ് യൂസ് ടു മേക്ക് എ റിക്വസ്റ്റ് മോർ എഫക്റ്റീവ്. മോർ എഫക്റ്റീവ് ഒരു കമാൻഡിങ് വെർബ് പോലെയാണ് ഇവിടെ അത് ഫങ്ഷൻ ചെയ്യണത്. ഡു ജോയിൻ അസ്, ഞങ്ങളുടെ കൂടെ ചേര്, ഫോർ ദ മാരേജ് ഫങ്ഷൻ, മാരേജ് ഫങ്ഷന് ഞങ്ങളുടെ കൂടെ ചേർന്നോ എന്നുള്ളത്. അല്ലെങ്കിൽ പ്ലീസ് ഡു ഹെൽപ്പ് യുവർ ബ്രദർ, ദയവായി നിൻ്റെ ഹെൽപ്പിന് ബ്രദറിനെ നീ ഹെൽപ്പ് ചെയ്യ്. അപ്പോൾ ഇവിടെ ഡു വെച്ചു, ഡു ഹെൽപ്പ്. ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ് ഇവിടെ ഒരു ടു എംഫാസിസ് എന്ന് പറഞ്ഞില്ലേ, അതുപോലെ തന്നെ ഫോർ സ്പെഷ്യൽ എംഫാസിസ് ഡു പ്രോമിസ്, ഐ ഡു പ്രോമിസ്. ഇത് പക്ഷേ കമാൻഡിങ് അല്ല, ഇത് ഐ ഡു പ്രോമിസ് എന്നൊക്കെ. ഷീ തിങ്സ് ഐ ഡിഡിന്റ് നോ, ഇതൊരു എംഫാസിസ് ആണ്, പക്ഷേ ഏതാണ്ട് ലൈക്ക് അതുപോലെ തന്നെയാണ് എന്ന് പറയാം ഇതും. പ്ലീസ് ഡു ഹെൽപ്പ്, ഡു ജോയിൻ അസ്. പിന്നെ ഡു ആസ് മെയിൻ വെർബ്. ഡു മെയിൻ വെർബായിട്ട് ഉപയോഗിക്കും. അതുപോലെ ഡു മീൻസ് ടു പെർഫോം ഓർ ടു ആക്ട്, അങ്ങനെ ഒരു അർത്ഥമുണ്ട്. ഡു എന്ന് പറഞ്ഞാൽ ചെയ്യുക എന്നുള്ള അർത്ഥമുണ്ട്. അപ്പോൾ ഓക്സിലറി വെർബിൽ പ്രൈമറി ഓക്സിലറി ആയിട്ടും ഉപയോഗിക്കും, ലെക്സിക്കൽ വെർബുമായിട്ടും ഉപയോഗിക്കും, മെയിൻ വെർബുമായിട്ടും ഉപയോഗിക്കും. ഐ ഡിഡ്ന്റ് ഡു ദാറ്റ്. ഐ ഡിഡ്ന്റ് ഡു ദാറ്റ് എന്ന് പറയുമ്പോൾ ഈ ഡു ഇവിടെ ലെക്സിക്കൽ വെർബാണ്. ഈ ഡിഡിൻറ്റ് എന്ന് പറഞ്ഞിടത്ത് ഈ ഡിഡ് ഇവിടെ ഓക്സിലറി വെർബായിട്ട് ആണ് ഫങ്ഷൻ ചെയ്യണം. പിന്നെ ഡസ് ഷീ ഡു ഇറ്റ്, ഡസ് ഷീ ഡു ഇറ്റ്, അവളത് ചെയ്യുമോ? ഇവിടെ ഐ ഡിഡ്ന്റ് ഡു ഇറ്റ്, ഞാനത് ചെയ്തില്ല
എന്നുള്ള മീനിങ്. അപ്പോൾ ആ ചെയ്തു എന്നുള്ള അതിനാണ് ഇവിടെ രണ്ടിടത്തും ഈ ഡു ഉപയോഗിക്കുന്നത്. പിന്നെ ഫോർമൽ ഗ്രീറ്റിങ്സിന് വേണ്ടി ഉപയോഗിക്കും. ഹൗ ആർ യു ഡൂയിങ്, ഹൗ ഡു യു ഡു, ഇതിനൊക്കെ വേണ്ടി ഡു ഉപയോഗിക്കും. പിന്നെ അതർ യൂസസ്, വാട്ട് ഡസ് ഷീ ഡു നൗ, ഇവിടെയും ഡു ലെക്സിക്കൽ വെർബായിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. വാട്ട് ഡസ് ഷീ ഡു നൗ, ഒക്യുപ്പേഷൻ, എംപ്ലോയ്മെൻറ്റ്. അവളിപ്പോൾ എന്ത് ജോലിയാണ് ചെയ്യണത് എന്നൊക്കെ ചോദിക്കാം. വാട്ട് ഡസ് ഷീ ഡു നൗ. വി ഹാവ് നത്തിങ് ടു ഡു വിത്ത് യുവർ പ്രൊമോഷൻ നോർ ഓൾ. ഇവിടെ ടു ഡു, വി ഹാവ് നത്തിങ് ടു ഡു, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല. വിത്ത് യുവർ പ്രൊമോഷൻ, നിൻ്റെ പ്രൊമോഷനെ സംബന്ധിച്ച് പ്രൊമോഷനുമായിട്ട് ഞങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾക്കൊരു റോളും ഇല്ല എന്നാണ് അർത്ഥം. പിന്നെ യൂസസ് ഓഫ് മോഡൽ, അപ്പോൾ പ്രൈമറി ഓക്സിലറീസ് കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ ഉണ്ടാവും. ഇതാവുമ്പോൾ വളരെ നീണ്ടുപോകും. അപ്പോൾ എല്ലാവരും പഠിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കാരണം കൂടുതൽ ആളുകൾ ഇത് കാണുന്നുണ്ടെന്ന് അറിയുമ്പോഴേ എനിക്ക് ഇത് ചെയ്യാനൊരു കൂടുതൽ ഉന്മേഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി ഹെൽപ്പാകും എന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അസ്സലാമു അലൈക്കും.